Welcome back to the channel Smart Study with Tasween. Please do like, subscribe, and share to your friends. Today, in this video, we are dealing with SCRT Class 3 today's Malayalam question paper of first terminal examination. Have a look. പ്രവർത്തനം 1 വായിക്കാം എഴുതാം മക്കന്നൂർ 2/9/2024 പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുനലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിനു ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുരസംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്ക് തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. കത്ത് വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുക. 1. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? എ. നാടകം, ബി. തിരുവാതിര, സി. ഒപ്പന, ഡി. നാടൻപാട്ട്. ആൻസർ തിരുവാതിര. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? എ. ഉച്ചത്തിലുള്ള പാട്ട്, ബി. സംഘമായി പാടുന്ന പാട്ട്, സി. മധുരം കഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, ഡി. കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ആൻസർ കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. തേർഡ് ക്വസ്റ്റ്യൻ, മുണ്ടും വേഷ്ടിയും എന്ന കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എ. തിരുവാതിരപ്പാട്ട്, ബി. തിരുവാതിര ചുവട്, സി. തിരുവാതിര വേഷം, ഡി. തിരുവാതിര വിളക്ക്. ആൻസർ തിരുവാതിര വേഷം. 4. തിരുവാതിര കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? എ. ഭംഗിയുള്ള വേഷം, ബി. ഇമ്പമാർന്ന പാട്ട്, സി. കൂട്ടം ചേർന്ന കളി, ഡി. ഇവയെല്ലാം. ആൻസർ ഇവയെല്ലാം. 5. ക്ലബിൻ്റെ വാർഷികാഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്? എ. നാടകത്തിൽ അഭിനയിക്കണം, ബി. മാർഗം കളിയിൽ ചേരണം, സി. തിരുവാതിര കളിക്കണം, ഡി. നാടൻപാട്ട് പാടണം. ആൻസർ തിരുവാതിര കളിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രവർത്തനം 2 നിയമാവലി തയ്യാറാക്കുക. പഴമെറിയൽ മത്സരം. നിയമാവലി. ഒരു സമയം ഒരാൾ മാത്രമേ മത്സരിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരിയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്നത് ആളാണ് വിജയിക്കുക. മുത്തുമലക്കാട്ടിലെ പഴമറി മത്സരത്തിലെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കുക. കളിയുടെ പേര് നിയമാവലി തയ്യാറാക്കണം. പ്രവർത്തനം 3 ഡയറി എഴുതാം. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാകാം നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതുക. ഡയറി കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവർത്തനം 4 ക്രമത്തിൽ എഴുതാം. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വയ്ക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. ഫസ്റ്റ് വൺ, പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡിലേക്ക് അക്ഷരക്രമത്തിൽ എഴുതൂ. കുമ്പളം, ചീര, തക്കാളി, മത്തൻ, വഴുതന, വെണ്ട. ഇതാണ് ആൻസർ. അതിലെ സെക്കൻഡ് വൺ, പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത്? എ. മത്തൻ, ബി. വെണ്ട, സി. കുമ്പളം, ഡി. വഴുതന. ആൻസർ കുമ്പളം. ഇനി തേർഡ് വൺ, ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. ആൻസർ മണ്ണിനിടയിൽ പൊന്നമ്മ, മഞ്ഞൾ. വേറെ ഏതെങ്കിലും ഒരു കടങ്കഥ എഴുതാൻ.
പ്രവർത്തനം 5 കണ്ടെത്താം എഴുതാം. ഓണമെത്തി, വീട് ഒരുക്കണം, പൂക്കളം ഇടണം, സദ്യ ഉണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. ഫസ്റ്റ് വൺ, അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് ശ്രദ്ധിച്ചില്ലേ? അതിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതൂ. എ, ഒത്തുചേർന്ന് ബഹളം വയ്ക്കുക. ബി, ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം. സി, ചെറിയ അധ്വാനത്തിലും വിലയുണ്ട്. ഡി, കാത്തിരുന്ന അവസരം ഒത്തുവരുമ്പോൾ തടസ്സം ഉണ്ടാക്കുക. ആൻസർ സി, ചെറിയ അധ്വാനത്തിന് വിലയുണ്ട്. സെക്കൻഡ് വൺ, മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലു എഴുതൂ. ആൻസർ ആനവായിൽ അമ്പഴങ്ങ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. തേർഡ് വൺ, അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അടിവരയിട്ട് പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ. ഫോർത്ത് വൺ, മാതാവ് എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? ആൻസർ അമ്മ. പ്രവർത്തനം 6 വായിക്കാം വരയ്ക്കാം. മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ടേ. പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ. കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ. കളകളൊഴുകും പുഴയിൽ നിറയെ പൊന്മീനുകളുണ്ടേ. പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? എഴുതി നോക്കൂ. ആൻസർ പുഞ്ചവയൽ. ദേ ഹാവ് ഗിവൺ പുഞ്ചവയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ എഴുതണം? സ്വർണ്ണക്കതിർ, വർണ്ണക്കിളികൾ, പുഴ, പൊടിമീൻ, ചെറിയ വീടുകൾ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ. ഒരു ചിത്രം വരയ്ക്കുക, അതിന് നിറങ്ങളും കൊടുക്കുക. ഇത്ര തന്നെയാണ് ഇന്നത്തെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നത്തോടെ നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ, ക്വാർട്ടർലി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. Happy Onam. Please do like, subscribe and share to your friends. Thank you.